ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു മട്ടൻ ബിരിയാണീൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പാനത്തിലേക്ക് അതിലേക്ക് വെച്ചിട്ടായിട്ട് നമുക്ക് ചൂടാക്കാൻ വെക്കാം. പിന്നെ അതിലേക്ക് സവാള ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പൊത്തിച്ചതിന് ശേഷം അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. ടൊമാറ്റോ ആഡ് ചെയ്ത് വീണ്ടും മിക്സ് ചെയ്ത് വീണ്ടും പൊത്തിച്ച് നമ്മൾ കൈമ ഗോൾഡിൻ്റെയാണ് ആക്കുന്നത്. പിന്നെ കുക്കറിൽ നമ്മൾ ചോറിന് വേണ്ടിയിട്ട് ഉള്ളിയും കാഷ്യൂ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടായിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചോറും അതിലേക്ക് തന്നെ വെന്ത് വന്നിട്ടുണ്ടായിരുന്ന ചോറ് അതിലേക്ക് നമ്മൾ ആഡ് ആക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളിത് അത് ഫുള്ള് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഒരു ഇതിന് വേണ്ടി. ഞങ്ങൾ കുക്കറിൽ മൂടി വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ. പിന്നെ ഞങ്ങളിത് റെഡിയായ മസാലയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി മുളകിൻ്റെ പേസ്റ്റ് ആക്കിയിട്ട് അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ ആഡ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്യാം. നമുക്ക് ആ സമയം കൊണ്ട് നമ്മൾ കുക്കറിലെ ചോറായ നോക്കണം. പിന്നെ വേവിച്ച് വെച്ചാൽ മട്ടൺ നമുക്ക് ഇതിലേക്ക് ആഡ് ആക്കാം. നമ്മൾ കൈമ ഗോൾഡിൻ്റെ റൈസാണ് യൂസ് ആക്കുന്നത്, അതുകൊണ്ട് നല്ല ടേസ്റ്റിലാണ്. നമ്മൾ ഇന്നും അത് തന്നെയാണ് യൂസ് ആക്കുന്നത്, ജീരകശാല റൈസ്. പിന്നെ അത് അടിച്ചു വെച്ചിട്ടുണ്ട്. ആ സമയത്ത് കൊണ്ട് നമ്മൾ ചോറ് ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിന് നമ്മൾ മസാലയും ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മട്ടൻ ഇട്ട് കഴിഞ്ഞുള്ളൂ, അതുകൊണ്ട് രണ്ടും ഇതായി. ഇനി നമുക്ക് നമ്മൾ ചോറ് തുറന്ന് നോക്കിയതിന് ശേഷം അതൊരു സൈഡിലേക്ക് കാണിച്ചിട്ട് ആ സൈഡിലേക്ക് നോക്കിയാൽ താഴെ നമുക്ക് നമ്മൾ മസാല ഇട്ട് കൊടുക്കാനായിട്ട് അതിൻ്റെ മീത്തത്തെ ലെയറിലേക്ക് നമ്മൾ ചോറിടാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിത് ഇട്ടിട്ടുണ്ട്. ശേഷം ഞങ്ങൾ ഇത് വീണ്ടും കുക്കർ അടിച്ച് വെക്കുകയാണ്. ഇത് ഒന്നും കൂടെ ആവാൻ വേണ്ടി വിസില് വേണ്ടി അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും തുറക്കുമ്പോഴേക്ക് നമ്മളെ മട്ടൻ ബിരിയാണി റെഡിയായി. അപ്പം ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക് മട്ടൻ ബിരിയാണിൻ്റെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.